പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്ക് ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 1 കൊരിന്ത്യർക്ക് ലേഖനം 13 അധ്യായം 4 വാക്യം. സ്നേഹമില്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല. തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നത് സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദേഷ്യം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കും. ഇങ്ങനെ സ്നേഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള കാര്യങ്ങളാണ് ഈ കൊരിന്ത്യ ലേഖനം അല്ലെങ്കിൽ 1 അധ്യായം 13 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു അല്ലേലുയ ഈ 13 അധ്യായം 1 കൊരിന്ത്യർ അത് പലരും മനപ്പാഠമാക്കി വെച്ചിരിക്കുന്നതാണ്. പ്രൈസലോ ആ വചനത്തിനകത്ത് അതിശ്രേഷ്ഠമായ ഒരു കാര്യമുണ്ട്. പിന്നെ നമ്മൾ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കാൻ, തളർന്നു പോകാതിരിക്കുവാൻ, ഒന്നുകൂടെ പറഞ്ഞ വാടി കുഴഞ്ഞു പോകാതിരിക്കുവാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ സ്നേഹത്തെ നിറച്ചിരിക്കുകയാണ്. ഈ സ്നേഹം നമ്മുടെ ഉള്ളിലില്ലായിരുന്നെങ്കിൽ നമ്മൾ തളർന്ന് വാടി കുഴഞ്ഞു പോയേനെ. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ദൈവം നമുക്ക് ഈ സ്നേഹം നമ്മുടെ ഉള്ളിൽ പകർന്നത്. പരിശുദ്ധാത്മാവിനാൽ നൽകിയിരിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് അത് ദൈവികമാണ്. അല്ലേലുയ ത്യാഗപൂർവമായ ഒരു സ്നേഹമാണ്. അല്ലേലുയ ഈ സ്നേഹം എന്നൊക്കെ പറഞ്ഞ ഒരു വളരെ ത്യാഗം കൊണ്ടാണ് കേട്ടോ. അല്ലേലുയ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു വരാം. അല്ലേലുയ കഴിഞ്ഞ 2 ദിവസം ഞാൻ ഈ സ്നേഹത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്താണ് സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറയാൻ കാരണം? സ്നേഹം നഷ്ടപ്പെട്ടു പോയ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ്. കുടുംബത്തിൽ തൊട്ട്. അല്ലേലുയ പ്രൈസലോ. അപ്പോൾ നാം വായിച്ച വചനം എന്ന് പറയുന്നത് സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും അല്ലേലുയ ദയ കാണിക്കുകയും ചെയ്യുന്നു. ഈ സ്നേഹമുള്ള ഒരു മനുഷ്യൻ എപ്പോഴും ദീർഘക്ഷമയുള്ളവനായിരിക്കും. അല്ലേലുയ ആ മനുഷ്യൻ ക്ഷമയല്ല, ഉള്ളിലുള്ള ദീർഘക്ഷമ. പ്രൈസലോ. നമ്മൾ പറയാറുണ്ട് ക്ഷമ നഷ്ടപ്പെട്ടാൽ എൻ്റെ സ്വഭാവം മാറും, എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത്, ഞാൻ ഭൂമിയോട് ക്ഷമിക്കും, മാമേ ക്ഷമയുടെ നെല്ലിപ്പലകയെ കണ്ടു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എൻ്റെ ക്ഷമ നഷ്ടപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യും? നമ്മുടെ കർത്താവ് ഒരിക്കലെങ്കിലും അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? വിശുദ്ധ വേദപുസ്തകം നമ്മൾ ആദ്യോടൊന്നും വായിക്കുമ്പോൾ എന്റെ ക്ഷമ നഷ്ടപ്പെട്ടാൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് ഒരിക്കലും നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടില്ല. കാരണം കർത്താവ് ദീർഘക്ഷമയുള്ളവനാണ്. അപ്പൊ ഈ സ്നേഹം എന്ന് പറയുന്നത് ദീർഘമായി ക്ഷമിക്കുന്നതാണ്. ഏത് പ്രശ്നം നിന്റെ മുമ്പിൽ വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും പരിശുദ്ധാത്മാവിനാൽ പകരപ്പെട്ട ദൈവിക സ്നേഹവും ത്യാഗപരമായ സ്നേഹവും നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ക്ഷമിക്കാൻ വയ്യാത്ത വിഷയത്തെ നിങ്ങൾ ക്ഷമിക്കുക തന്നെ ചെയ്യും. പ്രൈസലോ. അപ്പൊ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. വെറും ക്ഷമയില്ല, ദീർഘക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ സ്നേഹത്തിൽ സംസാരിക്കാനും കഴിയത്തുള്ളൂ. പ്രൈസലോ. ഞാനൊക്കെ വളരെ മുൻകോപി എന്ന് പറഞ്ഞ് എന്ത് പറഞ്ഞാലും അരിശമായിരുന്നു. പക്ഷേ സത്യവചനം മനസ്സിലാക്കിയപ്പോഴാണ്, സത്യവചനം പഠിച്ചപ്പോഴാണ് മനസ്സിലായത് സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു എന്നാണ് എൻ്റെ ഉള്ളിൽ ബോധ്യമായത്. പ്രൈസലോ. നമ്മൾ ഈ കൊരിന്ത്യ ലേഖനം 13 അധ്യായം അതിന്റെ ഈ 7ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. 7ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അല്ലേലൂയ സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. അല്ലേ? 4 കാര്യങ്ങൾ അവിടെ 7ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എന്താ? സ്നേഹം എല്ലാം പൊറുക്കുന്നു. പ്രൈസലോ. അപ്പൊ എല്ലാം പൊറുക്കാൻ കഴിയുന്ന നല്ല സുതാര്യമായ ഒരു മനസ്സാണ് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത്. നമ്മുടെ മുഖത്തെ ചിരി പോലെ തന്നെ, നമ്മുടെ മുഖത്തെ പ്രസന്നത പോലെ തന്നെ നമുക്ക് മുമ്പിൽ വരുന്ന വിഷയങ്ങളെ ആ സ്നേഹത്താൽ പൊറുക്കുവാൻ കഴിയണം. ഞാനത് പറയുമ്പോൾ നിങ്ങൾ ഒരു പാസ്റ്റർക്ക് അത് പറയാൻ പറയും. അതെ, അങ്ങനെയൊക്കെ തന്നെ എല്ലാവരുടെ ജീവിതത്തിൽ പൊറുക്കാൻ കഴിയാത്ത വിഷയങ്ങൾ കടന്നു വരും. പക്ഷെ സ്നേഹമുണ്ടെങ്കിൽ അത് പൊറുക്കുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഈ പൊറുക്കുന്നു എന്ന് പറയുന്നത് അല്ലേലൂയ സ്തോത്രം, പൊറുക്കുന്നതിന്റെ ഉദാഹരണങ്ങൾ, പൊറുക്കുക എന്നത് ഒരു ദൈവിക സ്വഭാവമാണ്. നമ്മൾ പൊറുക്കുക എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നവര് മാത്രമേ ആ സ്വഭാവം വെളിപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അല്ലേലൂയ ആമേൻ. രണ്ടാമത്, മനുഷ്യന് സാധാരണ നിലയിൽ കഴിയാത്തതുമാണ്. ഈ പൊറുക്കുക എന്ന് പറയുന്നത്.
അല്ലെങ്കിൽ ഒരു കാര്യം ക്ഷമിച്ചിട്ട് എന്നേക്കുമായി മറന്ന് കളയുന്നതിനെയാണ് പൊറുക്കുക എന്ന് പറയുന്നത്. ഒരു കാര്യം ക്ഷമിച്ചിട്ട് നിങ്ങൾ ഒരാളോട് ഒരു കാര്യം പുറത്തിട്ട് അത് പിന്നെ മനസ്സിൽ കൊണ്ട് നടക്കാതെ എന്നേക്കുമായിട്ട് മറന്ന് കളയുന്നതിനെയാണ് പൊറുക്കുക എന്ന് പറയുന്നത്. സഹിക്കുകയും മറ്റുള്ളവരെ വഹിക്കുകയും ആമേൻ ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. സഹിക്കണം, മറ്റുള്ളവരെ വഹിക്കുകയും ചെയ്യേണ്ടത് ഈ പൊറുക്കുക എന്ന പദത്തിലൂടെ കിട്ടുന്നതാണ്. ഹല്ലേലൂയ. ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി തീർന്നു കഴിഞ്ഞ് ദൈവം നിങ്ങൾക്ക് സന്തതികളെ തരുമ്പോൾ നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ച ആണാകട്ടെ പെണ്ണാകട്ടെ, ഹല്ലേലൂയ, ആ കുഞ്ഞ് ഏകദേശം നിലത്തിൽ മുട്ടിൽ വലിഞ്ഞിഴയാൻ തുടങ്ങുന്ന സമയം തൊട്ട് ആ കുഞ്ഞിന്റെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം പിറക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അങ്ങനെ അത് മുട്ടയിലിഴിഞ്ഞ് ഇരുന്ന് തുടങ്ങുമ്പോഴത്തേനും അത് പിന്നെ കൈ കിട്ടുന്നതെല്ലാം എടുത്തെറിയാൻ തുടങ്ങും. ഹല്ലേലൂയ. പിന്നെ നടന്നു തുടങ്ങുമ്പോഴത്തേനും എന്ത് ചെയ്യും, അതെല്ലാം പിച്ചി കീന്തി തല്ലി ഉടച്ച് നടന്നെത്താൻ കഴിയുന്നിടത്തല്ലേ ഈ കുഞ്ഞ് ചെയ്തിട്ട് തന്റെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം എടുത്തിട്ട് എന്ത് ചെയ്യും, അതൊന്നിൽ അടിച്ചു പൊട്ടിക്കും, അല്ലെ പിച്ച് ചിന്തി കളയും, അല്ലെങ്കിൽ എറിഞ്ഞു പൊട്ടിക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളുടെ വിലപ്പെട്ട ഒരു സാധനം പ്രേസലോ ഈ കുഞ്ഞിന്റെ അകപ്പെട്ട് ആ കുഞ്ഞ് അത് എറിഞ്ഞു പൊട്ടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? പ്രേസലോ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെല്ലാം ഏറ്റവും വിലപ്പെട്ടു നമ്മുടെ ചങ്കാണ്, നമ്മുടെ പ്രധാനമാണ്, നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, ജീവിക്കാൻ പറ്റത്തില്ല, അതുണ്ടെങ്കിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന പറയുന്നത് നമ്മുടെ മൊബൈലാണ്. ഹല്ലേലൂയ. അത് നമ്മുടെ കൈ നമ്മളെപ്പോഴും കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ സ്വന്തം കുഞ്ഞ് നിങ്ങളെ ആ മൊബൈൽ എടുത്ത് എറിഞ്ഞു അങ്ങ് പൊട്ടിപ്പോയി. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഓടിച്ചെന്നിട്ട് ആ കുഞ്ഞിനെ കാലേ വാരി തരത്തിരിക്കും? ഇല്ലല്ലോ. ആ കുഞ്ഞിനെ നിങ്ങൾ അടിക്കത്തില്ല, ശിക്ഷിക്കത്തില്ല. നിങ്ങൾ ആ കുഞ്ഞിനെ ചീത്ത പറയോ? ഇല്ല. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ, ഇതൊക്കെ ചെയ്യുന്നുണ്ട്, അവർ വെറും ഭ്രാന്തന്മാരാണ്, ഭ്രാന്തന്മാരാണ്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ വിലപ്പെട്ട, നമ്മുടെ ഏറ്റവും പ്രാധാന്യമുള്ള ആ മൊബൈല് ഈ മുട്ടയെ വലിയുന്ന, ഇരിക്കുന്ന, ഈ പിച്ച വെച്ച് നടക്കുന്ന കുഞ്ഞ് അതെടുത്ത് എറിഞ്ഞു പൊട്ടിച്ചാൽ നമ്മളാ കുഞ്ഞിനെ അമ്മയും ബന്ധത്തേക്കുമായിട്ട് വലിച്ചെറിയ പ്രാഗി ശപിക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ ആ വിഷയം പൊറുക്കും. ശരിയാണോ? നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നമ്മളെ കുഞ്ഞ് അതിന് തിരിച്ചറിവില്ല, അതിന് ബോധമില്ല, അതിന് നന്മതിന്മകളെ കുറിച്ച് അറിയില്ല, അതെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എൻ്റെ അപ്പൻ ഉപയോഗിക്കുന്നതാണ്, എൻ്റെ മൊബൈലാണ്, അതിന് വിലയുള്ളതാണ്, വേറൊന്നും വാങ്ങാൻ പറ്റത്തില്ല, ഞാൻ എറിഞ്ഞു പൊട്ടിക്കരുത് എന്നൊന്നും ഈ കുഞ്ഞിന് ചിന്തിക്കാൻ അറിയത്തില്ലെന്നേ. ശിശുവല്ലേ. അപ്പൊ അതുകൊണ്ട് ആ കുഞ്ഞ് എറിഞ്ഞ് പൊട്ടിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതങ്ങ് പൊറുക്കും. നിങ്ങൾ അങ്ങനെയാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. അല്ലെങ്കിൽ ആ പൊറുക്കുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യും? അതങ്ങ് മറന്നു, അതിന് മറന്ന് കളി. പിന്നെ ആ കുഞ്ഞിനെ കാണുമ്പോൾ നീ എന്റെ മൊബൈൽ എറിഞ്ഞ് പൊട്ടിച്ചതാണ്, നീ എന്റെ മൊബൈൽ എറിഞ്ഞ് പൊട്ടിച്ചാണ്, മേലാനെട്ട് എനിക്ക് വന്നെങ്കിൽ ഞാൻ ചവിട്ടി ശരിയാക്കും, ഓട്ടിക്കോ, നിന്റെ അമ്മയിലേക്ക് അങ്ങനെയൊക്കെ നമ്മൾ കുഞ്ഞിനോട് പറയില്ലല്ലോ. ഒരിക്കലും പറയത്തില്ല. എന്താ? നമ്മുടെ കുഞ്ഞാ. അതിനാണ് അപ്പനമ്മമാർക്ക് പൊറുക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം ദൈവം തന്നിരിക്കുന്നത്. ഈ പൊറുക്കുന്നത്, ഈ കുഞ്ഞിനോട് നമ്മൾ പുറത്തത് എങ്ങനെയാ? സ്നേഹം കൊണ്ടാ. നമ്മുടെ കുഞ്ഞായതുകൊണ്ട്, ആ കുഞ്ഞിന്റെ അറിവില്ലായ്മ കൊണ്ട്, അതിന് തിരിച്ചറിവില്ലാത്തത് കൊണ്ട് നമ്മുടെ വിലപ്പെട്ട സാധനം എറിഞ്ഞു പൊട്ടിച്ചപ്പോൾ നമ്മൾ ആ കുഞ്ഞിനോട് പുറത്തു. ഹല്ലേലൂയ. പിന്നെ നമ്മൾ അതിനെ എന്നേക്കുമായിട്ട് മറന്നു കളഞ്ഞു. ഹല്ലേലൂയ. ആ കുഞ്ഞ് ഓടി വരുമ്പോഴേ നമ്മൾ വീണ്ടും ഇടത്തിൽ ചുമ വെച്ച് സന്തോഷിപ്പിച്ച് മടിയിലെത്തി അതിനോട് നമ്മൾ ക്ഷേമം അന്വേഷിക്കുമ്പോൾ നമ്മളെ പഴയതൊക്കെ മറന്നു. അപ്പം പൊറുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? രണ്ടാമതൊരു കാര്യം, പൊറുക്കുക എന്ന് പറയുന്നത്, നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മുമ്പിൽ വളരെ ആക്രോശത്തോടുകൂടി സംസാരിക്കുക, നിങ്ങൾക്ക് കലി ഇളകിയിരിക്കുക, നിങ്ങളുടെ ക്ഷമ നഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്കെതിരെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ ഭാര്യക്കെതിരെ ഭർത്താവായിരിക്കാം, ഭർത്താവിന്റെ ഭാര്യ ആയിരിക്കാം. ഹൃദയത്തിനകത്ത് വളരെ അക്രമം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അത്ര നമുക്ക് പൊറുക്കാൻ കഴിയാത്ത അങ്ങനെയുള്ള വിഷയങ്ങൾ കടന്നു വരുമ്പോൾ എന്ത് ചെയ്യണം? സ്നേഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടാതിരുന്ന ദൈവം എന്ന് അറിഞ്ഞുകൊള്ളണം. നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കണം. ഒന്നീ ഭാര്യ ക്ഷമിക്കണം, അല്ലെങ്കിൽ ഭർത്താവ് പൊറുക്കണം. രണ്ടുപേരും കൂടെ എന്ത് ചെയ്യുന്നു? അങ്ങ് സംഘർഷമായി ഒരാളങ്ങ് പുറത്ത്, പിന്നെ നിങ്ങൾ എന്നേക്കുമായിട്ട് ആ വിഷയം വെച്ചുകൊണ്ടിരിക്കുന്നില്ലല്ലോ. നിങ്ങൾ പിന്നെ നിങ്ങളുടെ ഭാര്യയെ ചേർത്ത് പിടിക്കുന്നു, ഭർത്താവ് ഭാര്യയെ ചേർത്ത് പിടിക്കുന്നു, ഭാര്യ ഭർത്താവിനെ ചേർത്ത് പിടിക്കുന്നു. നിങ്ങൾ ആ വിഷയം മറന്നുപോയി. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതകാലങ്ങൾ, നിങ്ങൾ കുടുംബജീവിതം തുടങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെയും നിങ്ങളുടെ ജീവിതത്തിൽ പൊറുക്കാനാവാത്ത അനവധി വിഷയങ്ങൾ വന്ന് ഇന്നുവരെ നിങ്ങൾ എഴുതി രേഖപ്പെടുത്തി മുദ്രയിട്ട് വെച്ചിരിക്കുന്നു എന്നല്ലോ. നിങ്ങൾ മറന്നുപോയി. മറക്കുന്നതാണ് ദൈവസ്നേഹം. പൊറുക്കുന്നത്, അത് മറന്നു കളയുന്നതാണ് ദൈവസ്നേഹം. മറക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നീ ഒരു മനുഷ്യനേ അല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാം പൊറുക്കണം കേട്ടോ, എല്ലാം പൊറുക്കണം. അതിന്റെ സ്നേഹത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കുരിന്ത ലേഖനം 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വഭാവ ഗുണങ്ങളിൽ ഒന്നാമത്തേതാണ് സ്നേഹത്തിലൂടെ പൊറുക്കുക എന്ന് പറയുന്നത്.
അതാണ് ഞാൻ പറഞ്ഞ സ്നേഹം ഇതെന്ന് പറയുന്നത് ത്യാഗപരമായ സ്നേഹമാണ്. നമ്മളിത് വെറുതെ ത്യാഗമാണ്. ഇവെല്ലാം പൊറുക്കുന്ന പറയാം. ത്യാഗപരമായ സ്നേഹത്തിലൂടെ സഹോദര സഹോദരി നീ എല്ലാം പൊറുക്കണം. അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് നിനക്ക് പിടിച്ചു നിൽപ്പാൻ കഴിയാത്ത പ്രതിസന്ധി കടന്നു വരുമ്പോൾ, നിന്നെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുമ്പോൾ, നിന്നെ സമൂഹത്തിൽ നിന്ദിക്കുമ്പോൾ, നീ അപമാനിതനായി മാറുമ്പോൾ, നിന്റെ ജീവിതത്തിൽ നിരാശ കടന്നു വരുമ്പോൾ, എല്ലാ വിരലുകളും നിനക്ക് നേരെ ചൂടുമ്പോൾ, എല്ലാ കണ്ണുകളും നിനക്ക് നേരെ വരുമ്പോൾ, നിന്നെ കുറിച്ച് വിമർശിക്കുമ്പോൾ, നിനക്ക് പൊറുക്കുവാൻ കഴിയാത്ത വിഷയങ്ങൾ നിന്റെ മുമ്പിൽ കടന്നു വരുമ്പോൾ, നീ ത്യാഗപരമായ സ്നേഹത്തിലൂടെ അതിനെ മറക്കാൻ കഴിയണം. രക്തം ചെയ്യും. മറവി എന്ന് പറയുന്നത് ദൈവം മനുഷ്യർക്ക് തന്നിരിക്കുന്ന ഒരു വലിയ കൃപയാണ് കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച വേദനകളും സങ്കടങ്ങളും എല്ലാം നാം മറക്കാതെ വെച്ചിരുന്നെങ്കിൽ നമ്മൾ പണ്ടേ തകർന്ന് തരിപ്പണമായേനെ. പക്ഷേ മറവി എന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഞാൻ പറയട്ടെ, സ്മിത്ത് വിഗിൽസ്വർത്ത് എന്ന് പറയുന്ന ദൈവദാസൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, നിങ്ങൾ സ്മിത്ത് വിഗിൽസ്വർത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. 21 പേരെ മരിച്ചുപോയി, 21 പേരെ ഉയർപ്പിച്ച അതിശക്തനായ ഒരു അപ്പോസ്തലൻ. അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടം. നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ ആത്മാവിൽ അദ്ദേഹത്തെ കാണുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പലപ്പോഴും അത് വായിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യാറുണ്ട്. അപ്പൊ സ്മിത്ത് വിഗിൽസ്വർത്ത് എന്ന് പറയുന്ന ദൈവ മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു പ്ലംബറായി ജോലി ചെയ്യുക. ഒരു പ്ലംബറായി ജോലി ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ക്രിസ്ത്യാനികളിൽ വേദപുസ്തകത്തെയും ഇഷ്ടമില്ലായിരുന്നു. ഈ സ്മിത്ത് വിഗിൽസ്വർത്തിന് ക്രിസ്ത്യാനികളിൽ വേദപുസ്തകം ഇഷ്ടമില്ലായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു വിശേഷ പ്രാർത്ഥനയ്ക്കായി പോകുന്നതിന് വേണ്ടി വളരെ താഴ്മയോടുകൂടി അനുവാദം ചോദിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിച്ചു, എൻ്റെ ചേട്ടന്മാരെയും വിളിച്ചിരിക്കുന്നത്, എൻ്റെ പപ്പന്നോ ഡാഡിന്നോ, പണ്ടത്തെ കാലത്ത് ഭർത്താവിന്റെ യജമാൻ എന്നൊക്കെ വിളിക്കും. ഇന്നത്തെ എടാ പോടാന്ന് വിളിക്കുന്ന പോലല്ല, നീയെന്നും വാന്നെന്നൊക്കെ പറയുന്ന പറഞ്ഞതല്ല, അന്ന് യജമാൻ എന്നൊക്കെ വിളിക്കുക. അതുകൊണ്ട് ഒരുപക്ഷെ സ്മിത്ത് വിഗിൽസ്വർത്തിന്റെ ഭാര്യ യജമാനനെ അല്ലെങ്കിൽ ഡാഡി അല്ലെങ്കിൽ പപ്പ, ഞാനൊരു പ്രാർത്ഥനയ്ക്ക് പോവുക എന്ന് ചെന്ന് തന്റെ ഭർത്താവിനോട് അനുവാദം ചോദിച്ചപ്പോൾ, എന്നാൽ അദ്ദേഹം കഠിനമായി ആദ്യമൊക്കെ അതിനെ എതിർത്തെങ്കിലും, ആദ്യമൊക്കെ അതിനെ എന്ത് ചെയ്തു, അദ്ദേഹം കഠിനമായി എതിർത്തു. പോകാൻ പാടില്ല, എൻ്റെ അനുവാദമില്ല, അത് പോകരുത്, ഞാനാണ് നിന്നെ കെട്ടിക്കൊണ്ടുവന്നത്, നീ എൻ്റെ ഭാര്യയാണ്, ഞാൻ നിന്റെ ഭർത്താവാണ്, ഭർത്താവ് പറയുന്നത് കേട്ട് ജീവിച്ചോണം, വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നോണം, പ്രാർത്ഥനയ്ക്ക് പോകുന്നു നീ. നമ്മളൊക്കെ പറയുന്ന പോലെ നീ പ്രാർത്ഥനയ്ക്ക് പോകുന്നു, നീ കൈയടിച്ച് പാടാൻ പോവുക, നീ കൊട്ടിപ്പാടാൻ പോവുകയാ, നിനക്ക് അവരോടെ പോവുക, നീ വേഗം ബൈബിൾ എടുക്കാൻ പോവുക. അതെനിക്ക് നാണം കേടാ, എൻ്റെ പാരമ്പര്യത്തിന് പറ്റിയതല്ല, എനിക്കത് ചേർന്നതല്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് വീട്ടിലിരുന്നോണം, അല്ലെങ്കിൽ ഞാൻ എന്നൊക്കെ നമ്മൾ പറയലേ. ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പണ്ട് എൻ്റെ വീട്ടിലെ. അല്ലേ? അതെ. അപ്പൊ ഇതെങ്ങനെ പല പ്രാവശ്യം സ്മിത്ത് വിഗിൽസിന്റെ ഭാര്യ പറഞ്ഞപ്പം അദ്ദേഹം എന്ത് ചെയ്തു, പിന്നീട് അങ്ങ് അനുവാദം നൽകി. സ്മിത്ത് വിഗിൽസ് എന്ത് ചെയ്തു, അനുവാദം നൽകി. എന്തുകൊണ്ട് അനുവാദം നൽകിയത്? തൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ട, ഭാര്യയുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ മാനിച്ച് ത്യാഗപരമായ രീതിയിൽ തൻ്റെ ഭാര്യ പറഞ്ഞ ആ വിഷയം തനങ്ങ് പുറത്തു. ഭാര്യ പറഞ്ഞ ഈ പ്രാർത്ഥന പോകണമെന്ന്, പക്ഷേ തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്ന ആ ക്രിസ്ത്യാനികളോട് ബൈബിളിനുള്ള വെറുപ്പ് താനങ്ങ് പുറക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. താൻ പുറക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. രാത്രി 9 മണിക്ക് എത്തിയിരിക്കണമെന്ന് പറഞ്ഞു. അല്ലേരി എന്നൊരു താക്കീത് നൽകി. എന്നിട്ട് പറഞ്ഞു, നീ പൊക്കൂ, പക്ഷെ രാത്രി 9 മണിക്ക് വീട്ടിലെത്തണം. അല്ലേരിയ. 9 മണി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഇങ്ങനെയൊക്കെ നമ്മൾ ചില കടുപിടുത്തങ്ങളൊക്കെ നമ്മൾ പിടിക്കുമ്പോൾ, അല്ലേരിയ, നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് പൊറുക്കാൻ തയ്യാറാകണം. പ്രേക്ഷണം പൊറുക്കുക എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അതിനെ മറ്റൊരാളുടെ പോയി പൊറുക്കുന്നതല്ല. ഭാര്യ ഭർത്താവിനെ വിട്ടിട്ട് മറ്റൊരാളുടെ പോയി പൊറുക്കുന്നതിനെ കുറിച്ചല്ല. ഇത് ഹൃദയത്തിനകത്തും മറ്റൊരാളുടെ കയ്പും പകയും പിണക്കവും പൊറുക്കുക, അതെന്നേക്കുമായിട്ട് മറന്നു കളയുക. അതിനെയാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, പൊറുക്കുക, സ്നേഹം എല്ലാം പൊറുക്കുന്നു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ രണ്ടാമത് കാണുമ്പം അമ്മേ സ്തോത്രം, ഈ സ്നേഹം വിശ്വസിക്കുന്നു. ഈ 13-ാം അധ്യായത്തിൽ 7-ാം വാക്യം വായിക്കുമ്പോൾ സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കെല്ലാം വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഈ സ്നേഹം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അവിശ്വാസപരമായി അവിശ്വാസത്തിന്റെ അനവധി ചിന്താഗതികളും അവിശ്വാസത്തിന്റെ അനവധി സാഹചര്യങ്ങളിലൂടെ എന്നെ കേൾക്കുന്ന പിതാവിനെ കടന്നു പോകും. ഒരുപക്ഷെ നിന്നോട് ആരെങ്കിലും വന്ന് പറയും, നിന്റെ ഭർത്താവ് ആ കള്ളുഷാപ്പിന്റെ അവിടെ നിൽക്കുന്നത് കണ്ടു, നിന്റെ ഭർത്താവ് നിന്റെ മക്കൾ ആ ബാറിന്റെ അവിടെ നിൽക്കുന്നത് കണ്ടു.
അല്ലെ നിന്റെ ഭർത്താവ് ആ ഇന്നവളുമായിട്ട് സംസാരിക്കുന്നത്, നിന്റെ ഭാര്യ അവനുമായിട്ട് സംസാരിക്കുന്നത് കണ്ടു എന്നൊക്കെ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ സത്യസന്ധത മനസ്സിലാക്കണം. പ്രേക്ഷകോ, നിങ്ങളുടെ ഭാര്യയെ നിങ്ങളങ്ങ് വിശ്വസിക്കണം. സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം വിശ്വസിക്കാം. ഇന്നത്തെ കാലങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം വഞ്ചിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനത് പറയുന്നത്. പക്ഷേ സ്നേഹമെല്ലാം വിശ്വസിക്കണം. അങ്ങനെ പരസ്പര സ്നേഹത്താൽ കടന്നു വന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട്. അല്ലേ? പരസ്പര സ്നേഹബന്ധം നിലനിർത്തി ക്രിസ്തു വിശ്വാസത്താൻ അടിസ്ഥാനം പുറപ്പെട്ട് യാത്ര ചെയ്യുന്ന അനുഭവത്തി കുടുംബങ്ങൾ. അല്ലേ? അപ്പൊ ഈ സ്നേഹമെല്ലാം വിശ്വസിക്കുന്നു. ഈ 4 വിശിഷ്ട ഗുണങ്ങളിൽ രണ്ടാമത്തേതാണ് വിശ്വസിക്കുന്നത്. ഒന്നാമത്തേത് പൊറുക്കുക, രണ്ടാമത്തേത് വിശ്വസിക്കുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 4 വിശിഷ്ടമല്ലെങ്കിൽ രണ്ടാമത്തേത് കേൾക്കുന്നതെല്ലാം വിശ്വസിച്ച് വിഡ്ഢികളാകുക എന്നതിനൊരർത്ഥമില്ല. കേൾക്കുന്നതെല്ലാം വിശ്വസിച്ചിട്ട് നമ്മൾ വിഡ്ഢികളാകുക എന്നൊരർത്ഥമില്ല കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പറയുന്നത് ഹല്ലേലൂയ, ആത്മാർത്ഥതയില്ലാതെ ചോദ്യം ചെയ്യാൻ നടക്കുന്നതും സ്നേഹത്തിന്റെ ലക്ഷണമല്ല. ആത്മാർത്ഥതയില്ലാതെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കാൻ നടക്കുന്നത്, അതിന് മറുപടി പറയാൻ നടക്കുന്നത് സ്നേഹത്തിന്റെ ലക്ഷണമല്ല. ഹല്ലേലൂയ, സ്നേഹത്തിന്റെ ലക്ഷണമല്ല. എന്നാൽ വിശ്വസിക്കാൻ കൊള്ളാകുന്നവരുടെ വാക്കുകൾ തങ്ങളുടെ നന്മയെ കരുതി വിശ്വസിക്കുക എന്നതാണ് യഥാർത്ഥ മര്യാദ. വിശ്വസിക്കാൻ കഴിയുന്നവരുടെ വാക്കുകൾ നീ കേൾക്കുമ്പോൾ, വിശ്വസിക്കാൻ കഴിയുന്ന വാക്കുകൾ നിന്റെ മുമ്പിൽ എത്തുമ്പോൾ, അവരുമായിട്ട് നീ സംസാരിക്കുമ്പോൾ, അവർ പറയുന്ന കാര്യങ്ങൾ, നീ പറയുന്ന കാര്യങ്ങൾ പരസ്പരം വിശ്വസിക്കാൻ പറ്റുന്നെങ്കിൽ അത് സ്നേഹത്തിന്റെ ഒരു മാതൃകയാകട്ടെ. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ സ്നേഹം എന്ന് പറയുന്നത് വളരെ വില കൊടുക്കേണ്ട ഒരു കാര്യമാണ്. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കും. ഞാൻ പറഞ്ഞു, സ്മിത്ത് വിഗിൻസ്വർത്ത് തന്റെ ഭാര്യയോട് പറഞ്ഞു, 9 മണിക്ക് തന്നെ നീ വീട്ടിലെത്തിയേക്കണം, അതിനപ്പുറം കഴിഞ്ഞാൽ. ഹല്ലേലൂയ. പുറത്തുവെങ്കിലും ഒരു താക്കീതാണ്. പക്ഷെ എന്താണ്, അദ്ദേഹത്തിന്റെ ഭാര്യ പ്രാർത്ഥന കഴിഞ്ഞ് ഓടി ഓടി വീട്ടിലെത്തിയെങ്കിലും ചില നിമിഷങ്ങൾ താമസിച്ചു പോയിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ പ്രാർത്ഥന കഴിഞ്ഞ് യോഗം കഴിഞ്ഞ് ആശീർവാദം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങി 100 മൈൽ സ്പീഡിലായിരിക്കും ഓടിയത്. അവർ ഓടി ഓടി വീട്ടിലെത്തിയപ്പോഴത്തേന് അല്പം താമസിച്ചു പോയിരുന്നു. സ്മിത്ത് വിഗിൻസ്വർത്തിനെ കോപം അടക്കുക കഴിഞ്ഞില്ല. സ്മിത്ത് വിഗിൻസിനെ കോപം അടക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ, സ്തോത്രം. കഥ കടച്ച് അദ്ദേഹം കിടപ്പായി. അദ്ദേഹം കഥ കടച്ച് കിടക്കുക. ഭാര്യ വന്നിട്ട് മുറ്റത്ത് നിൽക്കട്ടെ. ഇന്നത്തെ ചില ഭർത്താക്കന്മാരും ഭാര്യമാരൊക്കെ ചെയ്യത്തില്ലേ? ഭർത്താക്കന്മാർ ചില താമസിച്ചാൽ കഥ കടച്ചു വീട്ടിൽ കയറിയാൻ കിടക്കുക. ചില ഭാര്യമാരും അങ്ങനെയൊക്കെ തന്നെയല്ലേ, കഥ അടച്ചു കയറുക. എന്തുകൊണ്ട് സ്മിത്ത് വിഗിൻസ്വർത്ത് ചെയ്തു? കഥ കടച്ച കിടപ്പിനായി. ആ സഹോദരി കഥക് തട്ടി നോക്കി, ഉറക്കെ വിളിച്ചു നോക്കി, അല്ലെങ്കിൽ ഒരു ഫലവും ഉണ്ടായില്ല. പല പ്രാവശ്യം സ്മിത്ത് വിഗിൻസിന്റെ ഭാര്യ കഥകെ മുട്ടി വിളിച്ചു, പപ്പ കഥക് തുറക്ക്, ഡാഡി കഥക് തുറക്ക്, ഞാൻ മുറ്റത്ത് നിൽക്കുന്നു, ബൈലാമേ ഞാൻ തന്നെയുള്ളൂ, എനിക്ക് പേടിയാ, അവിടെ കഥക് തുറക്ക്, ഞാൻ താമസിച്ചു പോയി, എന്നോട് ക്ഷമിക്ക്, എന്നോട് പൊറുക്ക് എന്നൊക്കെ പറഞ്ഞ് ഈ സഹോദരി നിലവിളിച്ച് കാണും കേട്ടോ. എന്റെ ചിന്തയാകട്ടോ അസുഖമില്ല. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തു? പല പ്രാവശ്യം മുട്ടിയിട്ട് ഈ സൗകര്യം മുട്ടിയിട്ട് ഫലമുണ്ടായില്ല. ഹൃദയത്തെ കഠിനമാക്കിക്കൊണ്ട് കഥക് തുറന്നു കൊടുത്തതേയില്ല. സ്മിത്ത് വിഗിൻസ്വർത്ത് ഹൃദയത്തെ കഠിനമാക്കി. ഫറവോന്റെ ഹൃദയം കഠിനമായതുപോലെ എന്റെ ജനത്തെ ആരാധിപ്പാൻ ആമയെ വിട്ടയക്കാൻ പറഞ്ഞ് മോശയിലൂടെ ഫറവോനിലൂടെ ചെന്ന് പറഞ്ഞപ്പോൾ, ജനത്തെ യഹോവയെ ദൈവത്തെ ആരാധിക്കാൻ വിട്ടയപ്പാൻ ചെന്ന് മോശ പറഞ്ഞപ്പോൾ ഫറവോന്റെ ഹൃദയം കഠിനമായതുപോലെ സ്മിത്ത് വിഗിൻസിന്റെ ഹൃദയം കഠിനമായി മാറി. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ ഹൃദയം കഠിനമായി മാറി. ഹല്ലേലൂയ, സ്തോത്രം. സ്തോത്രം. എന്താണ് അത് ചെയ്തത്? സ്തോത്രം. അത് ഹൃദയത്തെ കഠിനമാക്കി കൊണ്ട് കഥ തുറന്നേയില്ല. ആ സഹോദരി ആ വീടിന്റെ വാതിക്കൽ രാത്രി മുഴുവനും ഇരുന്നു. ആ സഹോദരി ആ വീടിന്റെ കഥകിലോട് ചേർന്ന് രാത്രി മുഴുവൻ ഇരുന്നു. വെളിയിൽ വളരെയധികമായി മഞ്ഞ് പെയ്തുകൊണ്ടിരുന്നു. കുളിരാണെങ്കിൽ സഹിക്കുവാൻ പറ്റാതായി. എന്നിരുന്നാലും ശരീരം മഞ്ഞുകൊണ്ട് വിറങ്ങലിക്കാതിരിക്കുവാൻ വേണ്ടി നടന്നും കുതിച്ചും അല്ലെങ്കിൽ ശരീരത്തിൽ ചൂട് നൽകിക്കൊണ്ട് പ്രാർത്ഥനയും ഒഴുകിക്കൊണ്ടിരുന്നു. കുറച്ചു നേരം കഥയിനോട് ചേർന്ന് നിന്ന് വളരെ മഞ്ഞ് പെയ്യുന്ന രാത്രി തണുത്ത് ശരീരം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ ആ സഹോദരി കഥയിൽ നിന്ന് എഴുന്നേറ്റിട്ട് എന്ത് ചെയ്തു? തൻ്റെ മുറ്റത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. നടന്ന് തൻ്റെ ശരീരത്തിന് ചൂട് സ്വീകരിക്കാൻ തുടങ്ങി. അങ്ങനെ സഹോദരി നേരം വെളുക്കുന്നതിനം വരെ പ്രേസലോ വലരിയ
കാരണം അല്ലേ. എന്നിട്ട് രാവിലെ 6 മണിക്ക് അദ്ദേഹം കതവ് തുറന്ന് ശരീരം കറവ് തുറന്നു, ശരീരം തണുത്ത് വിറച്ചിരുന്നതിനാൽ ആ സഹോദരിക്ക് ഉള്ളിലേക്ക് നടക്കുവാൻ സാധിക്കാതെ താഴേക്ക് വീണു. പ്രൈസ്. നേരം വെളുത്തപ്പോഴത്തേന് ആ സൗകര്യം വളരെ ആവശ്യമായി കേട്ടോ. വീട്ടിനകത്തേക്ക് നടന്നു കയറാൻ പറ്റില്ല. കഥയുള്ള സൗകരി പെട്ടെന്ന് നിലത്ത് വീണു. അദ്ദേഹം ഭാര്യയെ തൂക്കിയെടുത്ത് അടുപ്പിനരികത്തേക്ക് കൊണ്ടുചെന്ന് ആമെ ചൂട് കൊടുത്തു. അല്പസമയം കഴിഞ്ഞ് ആ സൗകരി എഴുന്നേറ്റു. അല്ലെങ്കിൽ കാപ്പി തയ്യാറാക്കി കൊണ്ടുവന്ന് സ്മിത്ത് വിഗിൻസ്വർത്തിന് കൊടുത്തു കേട്ടോ. ആ സൗകര്യം രാത്രി മുഴുവൻ തണുപ്പിടിച്ചതാണ്. മഞ്ഞ് കൊണ്ടതാണ്. വീട്ടിൽ കയറ്റിയില്ല. രാവിലെ എഴുന്നേറ്റ് കുഴഞ്ഞങ്ങ് വീണ് തണുപ്പ് കൊണ്ട്. പെട്ടെന്ന് സ്മിത്ത് വിഗിൻസ് എടുത്ത് അടുപ്പങ്ങ് കൊണ്ട് തീ കാഞ്ച് ആ സൗകര്യം അല്പം ചൂട് വന്നപ്പോൾ എന്ത് ചെയ്തു? ചൂട് ശരീരത്തിൽ വന്നപ്പം കോഫി ഉണ്ടാക്കിക്കൊണ്ട് സ്മിത്ത് വിഗിൻസിന് കൊടുത്തു. അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് ഒരു വല്ലാത്തൊരു നൊമ്പരം. ഞാൻ ഇത്രമാത്രം കഠിനമായിട്ട് എൻ്റെ ഭാര്യയോട് ഇടപെട്ടിട്ടും അവളെ ഒരു രാത്രി മുഴുവൻ വീടിന് പുറത്ത് കിടത്തിയിട്ടും അല്ലേലിയ അവൾ രാവിലെ മുറിക്കകത്ത് തുറന്നു കയറി അവളുടെ ശരീരത്തിന് അല്പം ആരോഗ്യം വന്നപ്പോൾ ഞാൻ ചെയ്ത ക്രൂരത അവൾ പുറത്തു. അവൾ മറന്നു കളഞ്ഞു. അവൾ എന്നെ വിശ്വസിച്ചു ഞാൻ അവളുടെ ഭർത്താവാണെന്ന്. നിങ്ങൾക്ക് കഴിയുമോ? അവൾ വിശ്വസിച്ചു ഇതെന്റെ ഭർത്താവാണ്. എന്റെ ഭർത്താവിന് എൻ്റെ മേൽ ഉത്തരവാദിത്വമുണ്ട്. എന്റെ ഭർത്താവിനെ ശിക്ഷിക്കാനും ശകാരിക്കാനും ഉത്തരവാദിത്വമുണ്ട്. എന്റെ ഭർത്താവിനെ ശിക്ഷിച്ചപ്പോൾ, എന്റെ ഭർത്താവിനെ ശകാരിച്ചപ്പോൾ ഞാൻ എന്റെ ഭർത്താവിനോട് പുറത്തു മറന്നു കളഞ്ഞു. ഞാൻ വിശ്വസിച്ച എന്റെ ഭർത്താവാണെന്ന്. അല്ലേലിയ. നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കണം. അവരെന്ത് ചെയ്തു? കോഫി കൊണ്ട് കൊടുത്തു. അല്ലേലിയ. ആമേ സ്തോത്രം. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കൂടി കണ്ണുനീർ നിറഞ്ഞു. സ്മിത്ത് വിഗിൻസിന്റെ കണ്ണുകൾ നിറഞ്ഞു. കണ്ണുനീർ തൂക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ കണ്ണുനീർ തൂകി. നീ എന്നോട് പിണങ്ങുമെന്നാണ് ഞാൻ കരുതിയത്. ഈ സ്മിത്ത് വിഗിൻസ്, നീ എന്നോട് പിണങ്ങുമെന്നാണ് ഞാൻ കരുതിയത്. നീ എന്നോട് എതിർക്കുമെന്നാണ് ഞാൻ കരുതിയത്. നീ എന്നോട് എതിർത്ത് സംസാരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. നീ എന്നെ ഇട്ടിച്ചു പോകുമെന്നാണ് ഞാൻ വിശ്വസിച്ചത്. നീ എല്ലാം ഓരോടും വിളിച്ചു കൂവി പറയുമെന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ നീ പറഞ്ഞില്ല. നീ എല്ലാം പുറത്തു. നീ എന്നെ ഞാൻ നിന്റെ ഭർത്താവ് എന്ന് വിശ്വസിച്ചു. കണ്ടോ സ്നേഹത്തിന്റെ വില എവിടെ പോയി? അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. നീ എന്നോട് പിണങ്ങുമെന്ന് ഞാൻ കരുതി. എന്റെ കണ്ണുകൾ നിറഞ്ഞു. അതുകൊണ്ടാണ്. എന്നിട്ട് എന്നാൽ എന്നോട് എന്റെ സ്നേഹമാണ് നീ എന്നോടുള്ള സ്നേഹമാണ് കാണിക്കുന്നത്. അത് നിന്റെ ഉള്ളിൽ ക്രിസ്തുവിന്റെ സ്നേഹമാണ്. അല്ലേലൂയ. നീ എന്നോട് ഇത്രയും പുറത്തതും, നീ എന്നെ വിശ്വസിച്ചതും, നീ എന്നെ ചേർത്ത് പിടിച്ച് എനിക്ക് കാപ്പി കൊണ്ട് തന്നതും, എന്നെ വീണ്ടും ഭർത്താവായി നിന്നോട് ചേർത്ത് പിടിച്ചതും എല്ലാം നിന്റെ ഉള്ളിലെ സ്നേഹം. അത് യേശുവിന്റെ സ്നേഹമാണ്. അത് യേശുവിന്റെ സ്നേഹം നിന്റെ ഉള്ളിൽ വന്നാൽ, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ സകലത്തെയും പുറക്കും കേട്ടോ. നീ വിശ്വസിക്കും. സ്വന്തം ഭർത്താവാണെന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനമാക്കി ഹൃദയത്തിൽ എത്ര വലുതാണ്. അങ്ങനെ സ്മിത്ത് വിഗിൻസ് എന്ത് ചെയ്തു? ദൈവ സ്നേഹത്തിന്റെ ആഴകൾ മനസ്സിലായി. ആ സ്നേഹമാണ് സ്മിത്ത് വിഗിൻസ്വർത്തിന് അതിന്റെ ഭാര്യയോട് പകർന്നു കിട്ടിയ ദൈവ സ്നേഹം. പ്രൈസ്. ആ ദൈവസ്നേഹം. അന്ന് അദ്ദേഹം പറഞ്ഞു, ആ സഹോദരി കാണിച്ച ആത്മാവിന്റെ ഫലം, ആ സ്നേഹത്തെ ക്രിസ്തുവിന്റെ അരികിലേക്ക് സ്മിത്ത് വിഗിൻസിന്റെ പിന്നത്തേതിൽ വഴി നടത്തി. സ്വന്തം ഭർത്താവിന്റെ ക്രൂരതയ്ക്ക് മുമ്പിൽ നടിച്ചു കീഴിക്കുന്നില്ല, മുറ്റ നിർത്തുകയാണ്. ആ സാഹചര്യത്തിൽ തന്റെ ഭർത്താവ് ഒന്ന് വിശ്വസിച്ചുകൊണ്ട് സ്നേഹം എല്ലാം വിശ്വസിച്ചു ആ സഹോദരി ഭർത്താവ് ചേർത്ത് നടത്തിയോണ്ട് പിന്നത്തേതിൽ അനുതാപം വന്ന് കണ്ണുനീരൊഴുക്കി ആ സ്നേഹത്തേക്ക് സ്മിത്ത് വിഗിൻസ് ഏറ്റെടുത്തു. അദ്ദേഹം ക്രിസ്തുവിലേക്ക് നയിക്കപ്പെടുന്നു. പിന്നത്തേതിൽ കർത്താവിന് വേണ്ടി ഫലപ്രദമായി ഫലം കായ്ക്കുന്ന ശ്രേഷ്ഠനായ ശക്തനായിരിക്കുന്ന, മറ്റാർക്കും എടുത്തു പറയാൻ കഴിയാത്ത, മറ്റാർക്കും സംസാരിക്കാൻ കഴിയാത്തതിൽ സ്മിത്ത് വിഗിൻസ്വർത്തിനെ ശക്തനായൊരു അപ്പോസ്തലനാക്കി മാറ്റി. മരിച്ചുപോയി 21 പേരെ ജീവനോടെ ഉയർപ്പിക്കുവാൻ സ്മിത്ത് വിഗിൻസിന് കഴിഞ്ഞെങ്കിൽ, എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന മാതാവി, അദ്ദേഹത്തിന്റെ ഉള്ളിൽ കടന്നുന്ന ദൈവ സ്നേഹം എത്ര വലുതാണെന്ന് ചിന്തിക്കണം. ആ സ്നേഹത്തിന് വേണ്ടി തന്റെ ഭാര്യ അനുഭവിച്ച ത്യാഗപരമായ അനുഭവത്തെ നാം മനസ്സിലാക്കുമ്പോഴാണ് ഈ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കാൻ കഴിയുന്നത്. നമ്മൾ വെറുതെ ഈ പുസ്തകം വായിച്ചു കളയരുത്. 1 കൊരിന്ത്യർ 13 വെറുതെ വായിച്ചടയ്ക്കരുത്. അതിന്റെ ആഴമേറിയ സത്യങ്ങളെ മനസ്സിലാക്കണം. ഈ സ്നേഹം നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വരണം. എങ്കിൽ മാത്രമേ നിന്റെ കുടുംബ സമാധാനത്താൽ മുന്നോട്ട് പോകുകയുള്ളൂ. ഏത് സാഹചര്യത്തെ മറക്കുവാൻ കഴിയണം, വിശ്വസിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. പിന്നെ സ്നേഹത്തിന്റെ 3ാമത്തെ വിശിഷ്ട ഫലമാണ് പ്രത്യാശ.
പ്രത്യാശിക്കുന്നു പറയുന്നത് പറഞ്ഞാൽ സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു. ഹല്ലേലൂയ. ഇവൾക്കൊരു ചിന്തയുണ്ടായിരുന്നു, എന്റെ ഭർത്താവ് എന്നെ പോലെ എന്നോടൊപ്പം ചേർന്ന് ഈ കറുത്ത പുസ്തകം എടുത്ത് ക്രിസ്ത്യാനികളുടെ ആരാധനാലയത്തിൽ കടന്നു വന്ന് എന്നോടൊപ്പം ദൈവത്തെ ആരാധിക്കും, എന്നോടൊപ്പം ദൈവത്തെ സ്തുതിക്കും. ആ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ച അതിശക്തനായ ദൈവദാസനെ പോലെ എന്റെ ഭർത്താവിനെ ദൈവം ഒരു വലിയൊരു പ്രാസംഗനാക്കി, ഒരു കൃപാവര ശുശ്രൂഷകനാക്കി മാറ്റുമെന്ന് സ്മിത്ത് വിഗസ്വർത്തന്റെ ഭാര്യ വളരെ പ്രത്യാശിച്ചു. പ്രത്യാശ പിന്നെ പൂർണ്ണതയിലേക്ക് എത്തി കേട്ടോ. നമുക്ക് പ്രത്യാശ വേണം കേട്ടോ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ ലോകത്തിൽ നിനക്ക് ഭാരം പേറുന്ന അനവധി പ്രശ്നങ്ങൾ വന്നേക്കാം. നീ ഒറ്റപ്പെട്ടേക്കാം, നിരാശപ്പെട്ടേക്കാം, ജീവിതം നീ തളർന്നു പോയേക്കാം, നീ തനിച്ചായിരിക്കാം. ആശ്വസിപ്പിക്കുവാൻ ആരും കാണത്തില്ല. സന്തത സഹചാരി ഉറ്റൊരുകൂടെ നിന്റെ രക്തബന്ധം പോലും നിന്നെ ആട്ടി പുറത്താക്കിയേക്കാം. ആരുമില്ലാത്ത സാഹചര്യത്തിൽ ഹല്ലേലൂയ. നീ തളർന്നു പോകരുത്. എല്ലാം പുറക്കണം, മറന്ന് കളയണം. നീ വിശ്വസിക്കണം ക്രിസ്തുവിൽ. നിനക്കൊരു പ്രത്യാശ ഉണ്ടാകണം. ഹല്ലേലൂയ. എന്നെ നിന്ദിച്ചവർ, പരിഹസിച്ചവർ, എന്നെ ദൂഷിച്ചവർ, എന്നെ ആട്ടി ഓടിച്ചവർ നാളെ അവരെന്റെ എനിക്ക് വരും, എന്നോട് സന്തോഷം പങ്കിടും, എന്റെ സ്നേഹത്തിൽ കൂട്ടാളിയായി മാറും. ഞാൻ അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കുന്നു. നിന്റെ പ്രത്യാശ കൈവിട്ടു പോകരുത് കേട്ടോ. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുത്. പ്രത്യാശ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതം നരക തുല്യമാകട്ടോ. രക്തം ചെയ്യും. ഇന്ന് പകൽ ഈ ദൈവത്തിന്റെ വാദം കേട്ടുക സ്വഭാവം ചില കുടുംബങ്ങൾക്കകത്ത് പൊറുക്കുവാൻ കഴിയാതെ, ക്ഷമിക്കുവാൻ കഴിയാതെ, പരസ്പരം വിശ്വസിക്കാൻ കഴിയാതെ, പ്രത്യാശയില്ലാതെ കണ്ണുനീരിന്റെ നടിയിലൂടെ നരക യാതന അനുഭവിക്കുന്നത് പോലെ ചില ഭാര്യ-ഭർത്തൃ ബന്ധങ്ങൾ, ചില കുടുംബ ബന്ധങ്ങൾ, ചില സുഹൃത്ത് ബന്ധങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ട്. നീ തകർന്നു പോയ വ്യക്തിയാ, നീ തളർന്നു പോയ വ്യക്തിയാ, നീ നിരാശപ്പെട്ടു പോയവളാണ്. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന സ്വഭാവി, ദൈവത്തിന്റെ സ്നേഹം ആഴമായി നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വന്നു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഹൃദയത്തിനകത്ത് എല്ലാം ക്ഷമിക്കുവാനും പൊറുക്കുവാനും വിശ്വസിക്കുവാനും പ്രത്യാശിക്കുവാനുള്ള കൃപ ദൈവം നിനക്ക് തരും. സ്നേഹത്തിന്റെ അന്തർലീനമായ സ്നേഹത്തിന്റെ വിശിഷ്ട ഫലങ്ങളിൽ ഒന്നാമത്തെ പൊറുക്കുക. അല്ലെങ്കിൽ പൊറുക്കുക എന്ന് പറഞ്ഞാൽ പുറത്തതിനെ പൂർണ്ണമായി മറന്നു കളയുക. രണ്ടാമതും വിശ്വസിക്കുക. പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നപ്പോൾ സ്മിത്ത് ഭാര്യ ഇതെന്റെ ഭർത്താവാണ് എന്ന് വിശ്വസിച്ച് ഭർത്താവ് തന്നോട് ക്രൂരമായി ഇടപെട്ടപ്പോൾ ത്യാഗപരമായ സ്നേഹത്തോടെ ഭർത്താവിനെ ചേർത്ത് പിടിച്ച സ്മിത്ത് ഭാര്യ അങ്ങനെ കഴിയുമോ? രക്തം ചെയ്യും. അതെ, വെല്ലുവിളിയാണ്. ഞാനിതൊക്കെ പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ അനുഭവിക്കാറുണ്ട്. കഴിഞ്ഞ പകലിൽ അല്ലെങ്കിൽ ഒരു വൈകിട്ട് 5 മണിക്ക് ഞാൻ ഒരാളുമായി ഇങ്ങനെ സംസാരിച്ചപ്പോൾ, സുവിശേഷം പറഞ്ഞപ്പോൾ, ആ സഹോദരിയോട്, എൻ്റെ പാസ്റ്റർ, എനിക്ക് ഒരിക്കലും എൻ്റെ ഭർത്താവ് ക്ഷമിക്കാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ്? അപ്പം അവരുടെ ജീവിത സാഹചര്യം, കുടുംബത്തിന്റെ പശ്ചാത്തലങ്ങൾ, അനുഭവിക്കുന്ന വേദനകളെ കുറിച്ച് എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എനിക്കിത് പാസ്റ്ററോട് പറയാൻ കഴിഞ്ഞല്ലോ. ഞാൻ കുറച്ച് ആശ്വാസമൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ പാസ്റ്റർ പറഞ്ഞു പറഞ്ഞല്ലോ, ഞാനത് അമ്മയെ വിട്ട് കളയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് മറന്നു കളയണം. എന്നോട് മുമ്പ് ഇതുപോലെ സംഭവത്തിന്റെ ജീവിതം ഞാൻ അവസാനിപ്പിച്ച് കളയായിരുന്നു. അതിന്റെ മനസ്സിലിങ്ങനെ താളം കെട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പാസ്റ്ററുമായിട്ട് കണ്ടു തുടങ്ങി, സംസാരിച്ചു തുടങ്ങിയപ്പോൾ, സുവിശേഷം പറഞ്ഞപ്പോൾ എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് അത് പതിക്കുവാൻ തുടങ്ങി. ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ഉള്ളിൽ വന്നു. ഞാൻ എന്റെ ഭർത്താവോട് മനഃപൂർവ്വം ക്ഷമിച്ചെന്ന് പറഞ്ഞു കേട്ടോ. സുവിശേഷത്തിന് ജീവനുണ്ട് കേട്ടോ. എന്റെ ജീവിതത്തിന് അനുഭവം കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ച വിഷയമാണ്. ആ സഹോദരി മരണത്തിന് വേണ്ടി ഇരുന്നതാ. ഇനി അവർ പറഞ്ഞു, ഞാൻ എന്നിട്ട് നിങ്ങൾ മരിക്കണ്ട കേട്ടോ. ഇനി ഞാൻ ഒരിക്കലും അത് ചെയ്യത്തില്ല വാസു, ഞാൻ ഒരിക്കലും മരിക്കത്തില്ല, എനിക്കെല്ലാം പൂർക്കുള്ള കൃപ ദൈവം തന്നെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ നിങ്ങളുടെ ബൈബിൾ വായിച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ നിങ്ങളുടെ ബൈബിൾ ഞാൻ വായിക്കണം കേട്ടും. എന്നിട്ട് ഞാൻ ആ സൗകര്യം പറഞ്ഞു, ജീവിതത്തിൽ സങ്കടം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, കണ്ണുനീര് വരുമ്പോൾ, പുറക്കുവാൻ കഴിയാതെ വരുമ്പോൾ, വിശ്വസിക്കാൻ കഴിയാതെ വരുമ്പോൾ, പ്രത്യാശിക്കാൻ കഴിയാതെ വരുമ്പോൾ, ഏത് രാത്രിയുടെ അനുഭവത്തിലായിരുന്നാലും നിങ്ങൾ ഫോൺ എടുത്ത് എന്നെ ഒന്ന് വിളിക്കുക കേട്ടോ. ഞാൻ ആ സമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആ സഹോദരി പിന്നെ ചിരിച്ച മുഖത്തോടു കൂടി എന്നോട് സംസാരിച്ച് ഞാൻ അവിടെ നിന്ന് വീട്ടിലേക്ക് പോന്നു. അത് ചില സന്ദർഭങ്ങളോട് ചില വേദനകളെ നമുക്ക് അറിയണം.
ചില വേദനകൾ നമ്മൾ ഒപ്പിയെടുക്കണം. ഹല്ലേലൂയ. നിങ്ങളൊരു മനുഷ്യനായി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ വേദന അറിയുവാൻ കഴിയണം. ഹല്ലേലൂയ. നമ്മളിവിടെ ഈ സുഖലോലുപ ജീവിതം നയിച്ച് മറ്റുള്ള നൊമ്പരങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ എനിക്ക് എന്റെ കാര്യം, ഞാൻ എന്റെ കാര്യം എന്ന് മാത്രം ചിന്തിച്ചു പോകുന്ന വ്യക്തിയാണെങ്കിൽ രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതത്തിൽ അർത്ഥമില്ല കേട്ടോ. നമ്മൾ ജീവിക്കുന്നതോ ഹല്ലേലൂയ നമ്മൾ നടക്കുന്നതോ ഒക്കെ ക്രിസ്തുവിന്റെ ത്യാഗപരമായ സ്നേഹത്തിന്റെ ഉറവിടമായ അനുഭവം നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിറച്ചുകൊണ്ട് വേണം കേട്ടോ രക്തം ചെയ്യും. പ്രൈസലോ. ഞാനിതൊക്കെ പറയുമ്പോൾ ഞാൻ വളരെ ക്രൂരനായ മനുഷ്യനായിരുന്നു. നിങ്ങൾക്കറിയോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, 25 വർഷം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ആരോടും കോപിക്കുന്ന കോപാകുലനായി ഒരു ഭ്രാന്തനായി ആരെ അനുസരിക്കാതെ നിയമത്തിൽ പോലും വെല്ലുവിളിച്ച് കേസും വഴക്കും കോടതിയും കയറി ഇറങ്ങി വളരെ വളരെ പ്രശ്നം സൃഷ്ടിച്ച് നടന്ന എൻ്റെ ജീവിതത്തിനകത്തെല്ലാം പൂർക്കുവാനായിട്ട് എന്നെ പഠിപ്പിച്ചത് ക്രിസ്തുവിന്റെ സ്നേഹമാകട്ടോ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അനുഭവം കുട്ടിയൊക്കെ ആയി പറയുന്നത്. നിങ്ങൾ അങ്ങനെ കടന്നു പോകുന്ന വ്യക്തിയാണോ എന്നെ കേൾക്കുന്ന ശ്രോതാവേ? നിന്റെ ജീവിതത്തിൽ അനവധി പ്രശ്നങ്ങൾ വരാം. ഒരുപാട് പ്രശ്നങ്ങൾ നീ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. നീ തനിച്ചായിപ്പോയി, ഒറ്റയ്ക്കായിപ്പോയി, എന്നെ കരുതുവാൻ സ്നേഹിപ്പാൻ ആരുമില്ല, ഇനി മടുത്തു, ഇനി ജീവിതം വേണ്ട എന്നൊക്കെ ഓർത്ത് വിലപിക്കുന്ന മാതാവേ പിതാവേ, നീ ഒറ്റയ്ക്കല്ല, നീ തനിച്ചല്ല, നീ ഏകനല്ല. യേശു പറഞ്ഞു, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല, ഞാൻ നിന്നെ കൈവിടുകയിൽ ഉപേക്ഷിക്കുകയില്ലെന്ന്. ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ലെന്ന് യോഹന്നാൻ നിങ്ങൾ വായിച്ച കാണാൻ കഴിയും. ഞാൻ നിന്നെ കൈവിടുകയിൽ ഉപേക്ഷിക്കുന്നത് എബ്രായലേഖനം 13:5 വന്നാലും കാണാൻ കഴിയും. എന്നിട്ട് നിങ്ങൾ യെശയ്യാവിന്റെ 59 ഒന്നുകൂടെ ചേർത്ത് വായിക്കണം കേട്ടോ. രക്ഷിപ്പാൻ കഴിയാവുന്നവന്റെ കൈ കുറുകി പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാവുന്ന ചെവി മന്ദമായിട്ടില്ല. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന മാതാവേ, നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ ആമി കിടക്കുന്ന ആ വേദനയെ എന്റെ കർത്താവ് അറിയുന്നു. സഹോദര, നീ അനുഭവിക്കുന്ന വേദന, നീ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ എന്റെ കർത്താവ് കാണുന്നു. നിന്നെ വിടുവിക്കുവാൻ സമയമായി, നിന്നെ വിടുവിക്കുവാൻ സമയമായി. നീ കർത്താവിൽ പ്രത്യാശിക്ക്. നിനക്ക് നഷ്ടപ്പെട്ടത്, നിന്നെ തള്ളി ഇറക്കി ആട്ടി ഓടിച്ച സ്ഥാനത്ത് അവർ തിരിച്ചു വിളിച്ച് നിന്നിലൂടെ ചില നന്മകൾ അവർ പ്രാപിക്കും. ആ ഒരു പ്രത്യാശ നിനക്കുണ്ടാകണം കേട്ടോ. പ്രത്യാശയുടെ നങ്കൂരം തന്നെ കപ്പൽ നങ്കൂരം ഇട്ട് ഉറപ്പിക്കുന്നത് പോലെ ഹല്ലേലൂയ. കാറ്റ് വന്നാൽ ആടി ഉലയാതെ, കോളിളക്കം വന്നാൽ, കൊടുങ്കാറ്റ് വന്നാൽ, തിരമാലകൾ അടിച്ചുയർന്നാൽ ആമേൻ കപ്പൽ ആടി ഉലഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കപ്പിത്താൻ എന്ത് ചെയ്യും? കപ്പൽ നങ്കൂരം ഇട്ട് ഉറപ്പിക്കുന്നത് പോലെ കാറ്റും കോളും കൊടുങ്കാറ്റും പേമാരിയും ഒക്കെ നിന്റെ ജീവിതത്തിൽ നിന്റെ ഹൃദയത്തെ പിടിച്ച് കുരുക്കത്തക്ക നിലയിൽ ഹല്ലേലൂയ ആമേൻ കടന്നു വരും. അവിടെ നിന്റെ ഹൃദയത്തിനകത്ത് പ്രത്യാശ എന്ന നങ്കൂരമിട്ട് ഉറപ്പിച്ച് നീ ക്രിസ്തുവിന്റെ സ്നേഹത്തിലാണ് നിൽക്കുന്നെങ്കിൽ എല്ലാ വെല്ലുവിളികളെ നിനക്ക് ജയിക്കാൻ കഴിയും. എനിക്കറിയാം, തകർന്നിരിക്കുന്ന അനവധി കുടുംബങ്ങളുണ്ടോ, അനവധി വ്യക്തികളുണ്ട്, ജീവിതമുണ്ട്. അല്ലെങ്കിൽ ഈ പ്രഭാതം വേണ്ട എന്ന് ചിന്തിക്കുന്ന അനവധികളുണ്ട്. നേരം വെളുത്താൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടിയേക്കാ എന്ന് ചിന്തിക്കുന്നവർ കൂടി വചനം കേൾക്കുന്നുണ്ട്. കടക്കണി കൊണ്ട് ജീവിതം മടുത്ത് മക്കളെ കൊണ്ട്, ഭർത്താവിനെ കൊണ്ട്, മാതാപിതാക്കളെ കൊണ്ട് മടുത്ത് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട്, നിരാശപ്പെട്ട്, ജോലി നഷ്ടപ്പെട്ട് വേദന അനുഭവിക്കുന്ന പലരുമുണ്ട്. നാളെ എന്തു ചെയ്യുമെന്ന് ഓർത്ത് പലരും വലിയ കൊടിയ വേദനയോടെ കടന്നു പോകുമ്പോൾ കേരളത്തിലും ഭാരതത്തിലും വിദേശ രാജ്യങ്ങൾ കഷ്ടം സഹിക്കുന്ന അനവധി ആളുകൾക്ക് വേണ്ടി പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്ന് പകരം ദൈവത്തിന്റെ ആത്മാവിന്റെ ദൈവത്തിന്റെ ആത്മാവിന്റെ എന്നോട് സംസാരിക്കുന്ന വചനം ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം വരാൻ സമയമായി. ക്രിസ്തുവിന്റെ ത്യാഗപരമായ സ്നേഹം നിന്റെ ഹൃദയത്തിനകത്ത് നീ നിറയ്ക്കുന്നെങ്കിൽ, ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് സ്നേഹത്തെ നീ സ്ഥാപിക്കുന്നെങ്കിൽ, കൊടുങ്കാറ്റിനെ പോലും തരണം ചെയ്യുവാൻ നിനക്ക് കഴിയും. കൊടുങ്കാറ്റ് പോലെയുള്ള പ്രശ്നങ്ങൾ നിന്നെ തകർക്കും. പ്രൈസലോ. നിങ്ങൾ അങ്ങനെ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ? ഞാൻ കടന്നു പോയിട്ടുണ്ട്, പോകാറുണ്ട്, പോകുന്നുകൊണ്ട്. അതുകൊണ്ട് എന്നെ നിലനിർത്തുന്നത് ഈ ദൈവവചനമാകട്ടോ. ഞാൻ ഓരോ ദിവസം നിൽക്കുന്നത്, ഓരോ ദിവസം നടക്കുന്നത്, ഓരോ ദിവസം ജീവിക്കുന്നത് ഈ വചനമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ എന്നോട് ചെയ്തത്, എന്നോട് ഓരോരുത്തരും ചെയ്ത് ക്രിസ്തു വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഈ വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ തന്നെ പലരും എന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന, നൊമ്പരപ്പെടുത്തുന്ന ആക്ഷേപത്തിന്റെ വാക്കുകൾ, അപമാനത്തിന്റെ വാക്കുകൾ, എന്നെ വില കുറച്ച് കാണുന്ന അനുഭവങ്ങൾ
സമൂഹത്തിൽ എന്നെ ഒഴിവാക്കി അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തി അനവധി സംഭവങ്ങൾ, അനവധി മെസ്സേജുകളുടെ ചവിട്ടി മെതിക്കാൻ ശ്രമിച്ച അനവധി ആളുകളുണ്ട്. അവിടെയെല്ലാം കൊടുങ്കാറ്റ് ഉലയുന്നത് പോലെ, കൊടുങ്കാറ്റത്ത് മരം ഉലയുന്നത് പോലെ, വൃക്ഷം ആടി ഉലയുന്നത് പോലെ ആടി ഉലഞ്ഞു പോയ ചില സാഹചര്യങ്ങളുണ്ട് എനിക്ക്. അവിടെയെല്ലാം ഞാൻ താമി വീണു പോകാതെ കടപ്പുഴയ്ക്ക് വീഴാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് പറയുമോ? ക്രിസ്തുവിന്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ വന്നു. എനിക്ക് പ്രത്യാശ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതെ, പ്രത്യാശ വേണം കേട്ടോ. തകരരുത്, തകരരുത് മാതാവേ, നീ തളർന്നു പോകരുത് സഹോദര. ജീവിതം നല്ല ശൂന്യതയിലേക്ക് കൊണ്ടുപോകരുത്. ജീവിതത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്യണം. ശൂന്യതയിൽ നിന്ന് സകലത്തെ വിളിച്ചു വരുത്തി ദൈവമുണ്ട്. നിനക്കിന്റെ ശൂന്യതയുടെ അനുഭവത്തിന്റെ നിലവിൽ ദൈവത്തിന് ചിലത് ചെയ്യുവാനുണ്ട് കേട്ടോ. രക്തം ചെയ്യും. പ്രൈസറോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിനോട് സ്നേഹിക്കണം, വിശ്വസിക്കണം. പ്രൈസറോ. വിശ്വാസത്തോടുകൂടി ദൈവം ജീവിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ആത്മാവിന്റെ ഫലമായ സ്നേഹം നിങ്ങൾക്ക് തീർച്ചയായും ആവശ്യമാണ്. ആത്മാവിന്റെ ഫലമായ സ്നേഹം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. ഹല്ലേലൂയ. അതുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പൊ എന്താണ് സ്നേഹം? ഹല്ലേലൂയ. ആമിസ്തോ സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, 2 പൊറുക്കുന്നു, 3 വിശ്വസിക്കുന്നു, 4 പ്രത്യാശിക്കുന്നു. ഹല്ലേലൂയ. ഈ കൊരിന്ത്യലേഖനം 13-ാം അധ്യായം, ഹല്ലേലൂയ, ആ 13-7 വാക്യത്തിൽ പറയുന്ന 4 വാക്യങ്ങളില് ഒന്നാമത്തേത് എന്താണ്? എല്ലാം പൊറുക്കുന്നു, വിശ്വസിക്കുന്നു, പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. 4-ാമത്തെ കാര്യം സഹിക്കുന്നു. വായിച്ച കുറിവാക്യത്തിനകത്ത് ക്ഷമിക്കുന്നു. ഹല്ലേലൂയ. ഒരുപാട് അതിനകത്ത് ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി പെറുക്കി നിങ്ങളോട് പറയുവാൻ എനിക്കുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അധ്യായമാണ് 1 കൊരിന്ത്യർ 13. കാരണം ഒരുപാട് നിന്ദകൾ കടന്നു വരുമ്പോൾ ഞാൻ ആ വചനം വായിക്കും. ആ വചനം വായിച്ചിട്ട് കർത്താവിനോട് പറയാം, ഇത്രയും വലിയ സ്നേഹത്തോടു കൂടി എന്നെ അങ്ങ് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യരെ എനിക്ക് ക്ഷമിക്കാൻ കഴിയണമെന്ന് ഞാൻ പറയും. എല്ലാം സഹിക്കുന്നു. സഹിക്കാൻ പറ്റാത്ത അഭിഷേകം നിനക്ക് കടന്നു വരും. ഹല്ലേലൂയ. ക്ഷമയുടെ നെല്ലിപ്പലകയിൽ എത്തിയെന്നൊക്കെ പറയുന്ന പോലെ നിനക്ക് സഹിക്കുവാൻ കഴിയാത്ത ചങ്ക് പൊട്ടിപ്പോകുന്നത് പോലെ ഹൃദയത്തിനകത്ത് തേങ്ങൽ, ഹല്ലേലൂയ, വിങ്ങി പൊട്ടി കരയുന്ന ഒരു നാവിടത്തൊരു വാക്ക് സംസാരിക്കാൻ കഴിയാത്ത വിധത്തിൽ അവന്റെ മനസ്സിനകത്ത് നോമ്പരങ്ങൾ കെട്ടി നിൽക്കുന്ന, സഹിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങളിലൂടെ നീ കടന്നു പോകുന്നില്ലേ ശ്രോതാവേ? എന്നെ കേൾക്കുന്ന സഹോദരി, എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന ശ്രോതാവ്, നീ അങ്ങനെ ചില വിഷയങ്ങൾ കടന്നു പോകുന്നില്ലേ? സഹിക്കുവാൻ കഴിയാത്ത ചില വിഷയങ്ങൾ. പ്രൈസറോ. ചില പറഞ്ഞു എനിക്ക് സഹിക്കാൻ കഴിയത്തില്ല എന്ന് പറയത്തില്ലേ? ഹല്ലേലൂയ. എന്റെ ഭാര്യ എന്നെ വിട്ടു പോയപ്പോൾ എന്റെ ഭാര്യ പെട്ടെന്ന് എന്നോടൊപ്പം നിന്ന് തിരുമ്മിക്കൊണ്ട് തുണി അലക്കിക്കൊണ്ടിരുന്നവൾ തുണി അലക്കി തീർന്ന് തുണി വിരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും പെരയ്ക്കകത്തേക്ക് കയറുവാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്റെ ഭാര്യ കുഴഞ്ഞു വീണ് മരിച്ചറ്റ ക്ഷണത്തിൽ എന്റെ കൂടെ നിന്നവൾ. ഞാൻ പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്നോ. നിലവിളിച്ച് ഞാൻ കരയാത്തവനാണ്, കണതി തൂക്കാത്തവൻ, ആരുടെ സങ്കടം കണ്ട് ഞാൻ കരയാത്തവനാണ്. ഞാൻ അവരെ ആശ്വസിപ്പിക്കാൻ നോക്കും, പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ കരഞ്ഞു പോയി, നിലവിളിച്ചു പോയി. നിങ്ങൾ എൻ്റെ വൈഫിൻ്റെ ഫോൺ ശുശ്രൂഷ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവസാനം പറയുന്ന സമയത്ത് എനിക്ക് വാക്കുകൾ കിട്ടിയില്ല, സംസാരിക്കാൻ പറ്റിയില്ല, നിലവിളിയായിരുന്നു. പിന്നെ തീയതിൽ ഞാൻ പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ എൻ്റെ ഭാര്യ എത്രമാത്രം സ്നേഹിച്ചിരുന്നു. അല്ലെങ്കിൽ ഓർത്ത് നോക്കി, ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വിഷയത്തിൽ നമുക്ക് കടന്നു പോകും. സഹിക്കാൻ പറ്റാത്ത വിഷയം അങ്ങനെ സഹിക്കാൻ പറ്റാത്ത ഹൃദയത്തിന്റെ അകത്ത് തേങ്ങലുകൾ നിറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, സ്നേഹമെല്ലാം സഹിക്കുന്നു എന്ന് പറഞ്ഞു. സ്നേഹമെല്ലാം സഹിക്കുന്നു, നീ സമാധാനമായിരിക്കും പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ക്രിസ്തുവിന്റെ ത്യാഗപരമായ സ്നേഹം എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ആ ത്യാഗപരമായ സ്നേഹത്തോടെ എന്നിൽ നിന്ന് വേർപെട്ടു പോയാ ഹല്ലേലൂയ. എൻ്റെ ഭാര്യയുടെ മരണത്തിൽ ഞാൻ എല്ലാം സഹിക്കുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് ഞാനിങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ഒരു രോഗിയായി മാറാതെ, മാനസികമായി നിരാശപ്പെട്ടു പോകാതെ, ഭാര്യ മരിച്ചു, വെള്ളിയാഴ്ച മരിച്ചു, ശനിയാഴ്ച ശവം മുടക്കി, ഞായറാഴ്ച രാവിലെ വിശുദ്ധ സമായോഗം ഞാൻ തന്നെ നടത്തി കർത്തൃമേശയോടുകൂടി. ഹല്ലേലൂയ. വേറെ ആരും വിളിച്ചില്ല, വേറെ ആരും കൊണ്ടുവന്നില്ല, വയ്യെന്ന് പറഞ്ഞ് മാറിയിരുന്നില്ല. ഞാൻ തന്നെ എന്റെ ശുശ്രൂഷകൾ ചെയ്തു. കർത്താവ് നീ എല്ലാം സഹിക്കണം എന്ന് പറഞ്ഞു. ഈ സഹിക്കുക എന്നൊക്കെ പറയുന്ന ഒരു കൃപ ദൈവം തരണം കേട്ടോ. ഹല്ലേലൂയ. അതിന് നിങ്ങൾ ദൈവസന്നിധിയിൽ നിൽക്കണം. അതേ മാതാവി, എല്ലാം സഹിക്കണം സഹോദര. സഹിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും പ്രധാന കൃപ എന്ന് പറഞ്ഞ സ്നേഹമാണ്.
എല്ലാം ക്ഷമിക്കുവാൻ, പൊറുക്കുവാൻ, വിശ്വസിക്കുവാൻ, പ്രത്യാശിക്കുവാൻ, സഹിക്കുവാനൊക്കെ തന്നിരിക്കുന്ന അതിപ്രധാനമായ ഒരു കൃപയാണ് സ്നേഹം. ഈ സ്നേഹത്തിനകത്ത് നിറഞ്ഞു നിൽക്കണം കേട്ടോ. ഇന്ന് പകൽ നിങ്ങൾ ഏത് ഭാഗത്ത് ഏത് സ്ഥലത്തിരുന്ന് വചനം കേട്ടാലും ഈ വചനം നിന്റെ ഹൃദയത്തിനകത്ത് ഏറ്റെടുക്കണം. കാരണം 9 മണിക്ക് നീ എന്റെ വീട്ടിൽ കൃത്യമായി എത്തിയേക്കണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മുൻ താതാട്ടാണ് കർശനമായി താക്കീത് കൊടുത്ത് സ്മിത്ത് വിഗിസ്വർത്തന്റെ ഭാര്യയെ യോഗത്തിനയച്ചു. അല്പം താമസിച്ച് ഒരു രാത്രി മുഴുവൻ മുറ്റത്ത് കിടന്നിട്ട് പിറ്റേ ദിവസം ആ ഭാര്യയ്ക്ക് വീട് തുറന്നു കൊടുത്ത് ആ ഭർത്താവിനെ തന്റെ സ്മിത്ത് വിഗിസ് സ്വന്തം ഭർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് സ്നേഹത്തോടെ കാപ്പി കൊണ്ട് കൊടുത്ത ഭർത്താവിനെ സ്നേഹിച്ച അവരെ പോലെ നമ്മുടെ ഹൃദയം ഒരു ശിശുവിനെ പോലെ വരണം കേട്ടോ. നിങ്ങളിപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പം വാഞ്ചിക്കുന്ന പത്രോസ് പറഞ്ഞതുപോലെ നിങ്ങളിപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെയായി മാറണം. ഹല്ലേലൂയ. പൊറുക്കണം. ഹല്ലേലൂയ. വിശ്വസിക്കണം. ഹല്ലേലൂയ. പ്രത്യാശിക്കണം, സഹിക്കണം, ക്ഷമിക്കണം. ഇതൊക്കെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു കൃപയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ എല്ലാം സഹിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാം സഹിക്കുന്നു എന്ന് പറയുമ്പോൾ സ്നേഹത്തിന്റെ 4ാമത്തെ സവിശേഷത എല്ലാം സഹിക്കുക എന്ന് പറയുന്നത് ഒരു പടയാളിയെ പോലെ എല്ലാ കഷ്ടതകളും എതിർപ്പുകളും സഹിച്ചു മുന്നേറുന്ന പ്രകൃതി. ഒരു പടയാളിയെ പോലെ പറയുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തികൾക്ക് കാവൽ നിൽക്കുന്ന നമ്മുടെ സൈന്യം. അടുത്ത രാജ്യക്കാരൻ അവൻ നിറനോക്കുമായിട്ട് നമ്മുടെ രാജ്യത്തിലെ സൈനാധിപന്മാരെ നോക്കി നിൽക്കുമ്പോൾ അവർ ആക്രോശത്തോടെ പരിഹാസത്തിന്റെ നിന്ദയുടെ വാക്കുകൾ കടന്നു പറയുമ്പോൾ നമ്മുടെ അതിർത്തിയിൽ മഞ്ഞും വെയിലും കൊണ്ട് തണുപ്പുമടിച്ച് ഭക്ഷണം പോലും ഇല്ലാതെ ആ വെയിലും പ്രതിസന്ധികൾക്ക് അനുഭവിച്ച് നമ്മെ കാവൽ ചെയ്യുന്ന പട്ടാളക്കാർ പലപ്പോഴും സ്തോത്രം പലപ്പോഴും അവരുടെ ഉള്ളിൽ വേദനകൾ കടന്നു വരാറുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേയും അവർ സഹിക്കും. പട്ടാളക്കാരല്ലേ, അതിർത്തി കാക്കുന്ന അവരെല്ലാം സഹിച്ചു നിൽക്കുന്നത് കൊണ്ടല്ലേ ഞാൻ നിങ്ങൾ ഈ അടച്ചുപൂട്ടി മുറിക്കകത്തിരുന്ന് AC ഇട്ട വീടിനകത്തിട്ട് മച്ചിട്ട് വീടിന ടെറസ് വീടിനകത്ത് ഇരുന്ന് 6-7 നിലയുള്ള 600 വരെ മാളികയ്ക്കകത്ത് നീ ഇരിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അതിർത്തികൾ കാക്കുന്ന നമ്മുടെ സൈന്യം അവർ അനുഭവിക്കുന്ന കഷ്ടതകൾ കഷ്ടപ്പാടുകളെല്ലാം സഹിക്കുന്നത് കൊണ്ടാണ്. പ്രൈസ് ലോർഡ്. സഹിപ്പാൻ കഴിയണം കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ത്യാഗത്തിന് മനസ്സില്ലാതെ സ്നേഹം വെറും ഒരു ബിസിനസ് ആണെന്ന് പറയരുത്. ത്യാഗപരമായ സ്നേഹം നിന്റെ ഉള്ളിൽ വെളുക്കണം. സ്നേഹം ഒരു ബിസിനസ് ആക്കി മാറ്റരുത്. സ്നേഹം ഒരു കച്ചവടമാക്കി മാറ്റരുത്. ഹല്ലേലൂയ. സ്നേഹിപ്പാൻ കഴിയണം. ഹീനമായ പെരുമാറ്റങ്ങളുടെ നടുവിൽ സ്നേഹം നിന്റെ ഭാര്യയുടെ, ഭർത്താവിന്റെ, മക്കളുടെ, അയൽവാസികളുടെ, നിന്റെ കൂട്ടുവിശ്വാസിയുടെ ഹീനമായ ഇടപെടലിന് മുമ്പിൽ, നിന്റെ മക്കളുടെ ഹീനമായ സംസാരത്തിന് മുമ്പിൽ, ഇടപെടലിന് മുമ്പിൽ നീ എല്ലാം സഹിക്കണം. സഹിക്കുക എന്ന് പറയുന്നത് അതിശ്രേഷ്ഠമായ വിശിഷ്ട സ്നേഹത്തിന്റെ ഫലങ്ങളിൽ ഒന്നാണ് സഹിക്കുക. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതെ, എന്താണ് വായിച്ചത്? സ്നേഹം ഇല്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, പൊറുക്കുന്നു, വിശ്വസിക്കുന്നു, പ്രത്യാശിക്കുന്നു, സഹിക്കുന്നു. കണ്ണുകളുടെ ചാട്ട് എന്ന് വലിയ കേട്ടുകൊണ്ട് സങ്കടപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുന്ന ജീവിതമേ, എന്തുമകൾ പരിശുദ്ധാത്മാവിൽ പറയുന്ന ദൂതാണ്, നിനക്കൊരു ദൈവം ഒരു പുതുവഴി തുറക്കാൻ പോവുകയാണ്. ഇന്നത്തെ കഷ്ടത മാറി. ഇന്ന് കണ്ട മിസ്രൈമിനെ നിങ്ങൾ കാണുകയിൽ ഇസ്രായേലിനകത്ത് പറഞ്ഞ പോലെ ഇന്നലകളിൽ നീ അനുഭവിച്ച സങ്കടങ്ങൾക്കെല്ലാം ഒരു മാറ്റം ദൈവം തരാൻ പോവുകയാണ്. എന്നോട് ചേർന്ന് പ്രാർത്ഥന പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഈ ഭദ്രം കേട്ടുകൊണ്ടിരുന്ന കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളിലുള്ള 800 കോടിയിലധികം ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഷ്ടതയുടെ പ്രയാസത്തിന്റെ പ്രതിസന്ധി, കണ്ണുനീരിന്റെ നടിയുടെ കടന്നു പോകുന്ന, രാശിയുടെ കടന്നു പോകുന്ന, അനുഭൂതി സങ്കടത്തിനോട് കടന്നു പോകുന്ന അനേകരുണ്ട്. താവേ, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും എല്ലാം പൊറുക്കുകയും വിശ്വസിക്കുകയും പ്രത്യാശി സഹിക്കുകയും ചെയ്തതുപോലെ ഈ ജനത്തിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് കർത്താവ് വളരെ സ്നേഹത്തിന്റെ അനുഭവത്തെ കൊടുക്കണമേ. സ്നേഹത്തിന് അതിവിശിഷ്ടമായ ഫലങ്ങൾ ഈ ജനത്തിന്റെ ഉള്ളിൽ നിറച്ചുകൊണ്ട് കർത്താവേ, ഈ ജനത്തെ അവിടെ പ്രത്യാശയിലേക്ക് നയിക്കണമേ. ശത്രുവിന്റെ സംഹാര താണ്ഡവങ്ങളിൽ വീണു പോകാതെ ജനം വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ക്രിസ്തുവിന്റെ സ്നേഹപരമായ ത്യാഗപരമായ സ്നേഹം ഹൃദയത്തിന്റെ അകത്ത് നിറയപ്പെടുകയാകണമേ. ഞങ്ങളുടെ കർത്താവ് എല്ലാ ജനത്തെയും, ആബാലവൃത്ത ജനത്തെയും, ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരം, യൗവനത്തിൽ, വാർദ്ധക്യത്തിൽ, അശനയാചോർണ തടവറയിലായിരിക്കും ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾ കൂട്ടിയിട്ട് കോട്ടമാരത്ത് വരെ പാർക്കുന്ന രാജ്യരാഷ്ട്രതലന്മാർ, എല്ലാ ഭരണ സംവിധാനങ്ങൾ, എല്ലാ ഭരണാധികാരികളെയും കർത്താവ് അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാ മത നേതാക്കന്മാരെ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്.
കർത്താവെ, ഈ ജീവനുള്ള സകല ജനത്തിനും പിതാവായി ദൈവം കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കഷ്ടത മാറിപ്പോട്ടെ, സങ്കടം മാറിപ്പോട്ടെ, നിന്ദകൾ മാറിപ്പോകട്ടെ. മഹത്വം കെടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്.